കർണൻ അർജുനനെ പോലെ അല്ല, അർജുനനേക്കാൾ ശക്തമായിരുന്നു. ഭഗവാൻ കൃഷ്ണൻ പോലും അതു അംഗീകരിച്ചിരുന്നു എന്ന് വേണം പറയാൻ. കുന്തിപുത്രനാണെങ്കിലും സുതപുത്രനായിട്ടാണ് സമൂഹം കർണനെ കണ്ടത്. ഒരു ദിവസം ഗുരുദ്രോണൻ, കൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ അർജുനും കർണനും ബാണവിദ്യയിൽ മത്സരിച്ചു. എന്നാൽ ബാണവിദ്യയിൽ കർണൻ ജയിച്ചുവെങ്കിലും അർജുനിന്റെ കഴിവിനെ എല്ലാവരും പ്രശംസിക്കുകയും കർണന്റെ പിതൃവംശം ചോദ്യം ചെയ്തു അപമാനിക്കുകയും ചെയ്തു. കർണൻ തലതാഴ്ത്തി നിന്നപ്പോൾ ദുര്യോധനൻ അവനെ അംഗരാജാവാക്കി വാഴിച്ചു. അതിനുശേഷമാണ് കർണനും ഒരൽപശ്രദ്ധയും അവൻ ആഗ്രഹിച്ച ബഹുമതിയും ലഭിച്ചത്. പിന്നീട് യുദ്ധത്തിനിടെ കൃഷ്ണൻ കർണനോട് ചോദിച്ചു, നിനക്ക് ഇന്ന് പാണ്ഡവൻ ഇന്മാരെ സഹായിക്കുമോ എന്ന്? നീ അവരുടെയും സഹോദരനല്ലേ? കർണൻ പറഞ്ഞു, അവരെന്നെ സഹോദരനെന്നായി ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഞാൻ എന്റെ വാക്ക് പാലിക്കും. ദുര്യോധനൻ എനിക്ക് ആത്മാഭിമാനം നൽകിയ ഒരേ ഒരാളാണു. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വഴിയാണ് ഞാൻ പോകുന്നത്. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും. പുതിയ വീഡിയോക്കായി